സുർജിത്ത് അയ്യപ്പത്ത് നമ്മളോടൊപ്പമുണ്ട്. സുർജിത്ത്, ഇന്നലെ വളരെ സജീവമായി ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിരുന്നവരാണ് റഹീസും സാലിമും മുഹസീനും ഒക്കെ. അവരിൽ റഹീസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ഒരു കാട്ടിലായിരുന്നു തങ്ങിയതെന്നാണ് റഹീസ് നമ്മളോട് പറഞ്ഞത്. ഇന്ന് രാവിലെയാണ് അത്ര അവർ ആളുകളെ, ഈ മൃതദേഹങ്ങൾ എന്തെങ്കിലും കണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധന നടത്തി അവർ ഒറ്റപ്പെട്ടു പോയത് ഒരു പാറക്കെട്ടിൽ. ഭയമോ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത് സുരക്ഷിതമായ ഇടമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തെല്ലാം പുതിയ വിവരമുണ്ട് സുർജിത്ത്? സുർജിത്ത് അയ്യപ്പത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. നമുക്ക് ആ പ്രദേശത്ത് റേഞ്ച് കുറവായതുകൊണ്ട് തന്നെ സുർജിത്തിൽ നമുക്ക് വൈകാതെ തന്നെ സുർജിത്തിനെ ടെലിഫോൺ ലൈനിൽ കണക്ട് ചെയ്യാൻ കഴിയുമെന്ന് കരുതാം. ഇപ്പോൾ ഈ സൂചിപ്പാറയിൽ, അതായത് കള്ളാടിപ്പുഴയുടെ ഒഴുക്കിൻ്റെ അടുത്ത് ഒരു വളരെ ഒഴുക്കുള്ള കള്ളാടിപ്പുഴയിൽ ഒരു പാറക്കെട്ടിൽ ഒറ്റപ്പെട്ടു പോയ 3 പേരെയാണ് നമ്മൾ അവരെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരിൽ ഒരാളെ പുറത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അയാളുടെ പേര് റഹീസ് എന്നാണ്. മറ്റ് 2 പേർ സാലിമും മുഹസീനും ഇപ്പോഴവിടെ ഒറ്റപ്പെട്ട് തന്നെ കഴിയുകയാണ്. പക്ഷേ അവർ സുരക്ഷിതമായ സ്ഥാനത്താണ് ഉള്ളത്, അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് റഹീസ് നമ്മളോട് പറഞ്ഞത്. കോസ്റ്റ് ഗാർഡും അതോടൊപ്പം മറ്റ് രക്ഷാദൗത്യത്തിലെ മറ്റംഗങ്ങളും ഇവരെ കാണുകയും പിന്നീട് ഇവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തുകയായിരുന്നു. ഇടുക്കി ആംഡ് ബറ്റാലിയനിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ഇസ്രായേലും സ്ഥലത്തെത്തുകയും അവർക്ക് വടം എറിഞ്ഞു കൊടുക്കുകയും അങ്ങനെ ആ കയർ അരയിൽ കെട്ടി റഹീസ് പുറത്തേക്ക് ഇറങ്ങി നീന്തുകയായിരുന്നു എന്നാണ് റഹീസ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഇന്നലെ മുഴുവൻ ഏതാണ്ട് 24 മണിക്കൂറായി അവർ വനത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും തിരച്ചിലിനിറങ്ങിയപ്പോഴാണ് അവർ പാറക്കെട്ടിൽ ഒറ്റപ്പെട്ടു പോയത്, അകപ്പെട്ടു പോയത് എന്നാണ് റഹീസ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, എന്താണ് പുതിയ വിവരങ്ങൾ? ഗോപി, നമ്മളിപ്പോൾ ഈ പ്രദേശത്തുണ്ട്. ഇവിടെ രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. 3 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്നത്, താഴെ മേഖലയിൽ നിന്ന് ലഭ്യമാവുന്നത്. എന്തായാലും അവരെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ നടപടി തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ആംബുലൻസ് എല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഇടപെടലും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ റഹീസിനെ പുറത്തേക്ക് എത്തിച്ചു, മറ്റുള്ളവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്റർ ആ മേഖലയിലുണ്ട്. ഒരുപക്ഷെ എയർലിഫ്റ്റിംഗിന്റെ സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ കാലാവസ്ഥ അനുകൂലമാകുമോ എന്നുള്ള കാര്യമാണ് ഇനി വ്യക്തത വരാത്തത്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഒരുപക്ഷെ കയറിട്ട് ഹെലികോപ്റ്റർ മാർഗം കയറ്റാൻ കഴിയുമോ എന്നുൾപ്പെടെയുള്ള പരിശോധന നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കള്ളാടിപ്പുഴ ചേരുന്ന ഭാഗത്താണ് ഇവർ കുടുങ്ങിയത്. ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴെ കള്ളാടിപ്പുഴയും വന്നു ചേരുന്ന ഒരു ഭാഗമുണ്ട്. അത് കൂട്ടിയൊഴിച്ചാണ് നേരെ ചാലിയാറിലേക്ക് പതിക്കുന്നത്. ആ ഭാഗത്താണ് ഇവർ ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും ആ ദൗത്യം ഇവിടെ പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് കയറ്റി കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരാളെ, റഹീസിനെ ഇവിടേക്ക് കയറ്റി കൊണ്ടുവരുന്നുണ്ട്. റഹീസിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അദ്ദേഹം നമ്മോട് സംസാരിച്ചതുമാണല്ലോ. എന്തായാലും ഈ നടപടി തുടരുന്നു. നിലമ്പൂരിൽ നിന്ന് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഘം ഇവിടേക്ക് പോകുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഇവിടേക്ക് എത്തിയത്. എന്തായാലും ആ ദൗത്യം പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അത്രമാത്രം, അതായത് അതിസങ്കീർണമായ ഒരു ദൗത്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ദൗത്യം പൂർത്തിയായിട്ടുണ്ട്. ഇത് നിലമ്പൂർ കാടിലേക്ക് ചേരുന്ന ആ പ്രദേശമാണ് ഇത്. അവിടെയാണ് ഇങ്ങനെ ഒരു അതിസങ്കീർണമായ ഒരു രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ കാണാൻ വേണ്ടി ഇവർക്ക് പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് പലർക്കും അവരെ കാണാൻ വേണ്ടി. എന്തായാലും ആ നടപടി പുരോഗമിക്കുകയാണ്. ആ നടപടി അവരെ മുകളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ശ്രമം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും വനമേഖലയാണ് ഇത്. ഈ വനമേഖലയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ ദൗത്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്, നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ നടപടി പുരോഗമിക്കുകയാണ്. ആ നടപടി അവരെ മുകളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ശ്രമം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും വനമേഖലയാണ് ഇത്. ഈ വനമേഖലയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ ദൗത്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ള വിവരം. എന്തായാലും റേഞ്ചിന് വലിയ രീതിയിലുള്ള പ്രശ്നം നിലനിൽക്കുന്ന ഒരു സുർജിത്ത്, ഞാൻ വരാം. ഇപ്പോൾ രക്ഷാപ്രവർത്തകൻ ഷിനോ നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ഷിനോ ഉള്ളത് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന ഹെലികോപ്റ്ററിനടുത്താണ്. ഷിനോ, ഇവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ? എന്താണ് അറിയുന്നത്? കാരണം ഈ 2 പേരിൽ സാലിമും മുഹസിനുമാണ് അവിടെ ഉള്ളത്. അതിൽ ഒരാൾക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട്, മറ്റൊരാൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാത്തതിൻ്റെ അവശതയുമുണ്ട്. എന്താണ് ഇപ്പോഴവിടെ നടക്കുന്ന ആലോചന?
ഷിനു. ഇപ്പോൾ നിലവിൽ അവരെ താഴേക്ക് ഇറങ്ങി അവരെ